വീർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൽ കാലത്തിന്റെ നിയോഗം അതിന് മഞ്ഞ നിറം ചാലിച്ചു. അതവനിൽ കിനാക്കൾ കൊണ്ടൊരു വിശ്വവിജയം കരിഞ്ഞെത്തി. വാങ്കഡയിലെ നീലക്കടലിരമ്പം നിശബ്ദമാക്കിയ മലയാളിയുടെ മുംബൈ ധ്വംസനം. ജയിക്കാനിറങ്ങിയാൽ അവനൊരു ടീമാകും. എതിരാളിയുടെ ചിന്തകൾ അവസാനിക്കുന്നിടത്ത് അവൻ തുടങ്ങും. പരാജയപ്പെട്ടവൻ ജയിക്കാൻ പഠിച്ചാൽ അതിനി മുംബൈ എങ്കിലും അവനിലങ്ങ് തീർന്നിടും. ചെന്നൈക്കാൽ തുടർ വീഴ്ചകളിലും നിങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരുന്നവരെ ഇതുപോലൊന്നിൽ ത്രസിപ്പിച്ചതാണത്രയും. മുംബൈ ടെറിട്ടറിയിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ നിറഞ്ഞാടി. കൂടെയുള്ളവർ കളിമറന്നാൽ ദൗത്യമേറ്റെടുത്ത് അത്ഭുതം തീർക്കുന്നവന്റെ മഹാവിജയം. MS ഒഴിച്ചിട്ട് ബാക്കിയാക്കിയൊരു സ്ഥാനമാണ്. അമിത പ്രതീക്ഷകളുടെ കണ്ണുകൾ അവനിലേക്ക് നീങ്ങുമല്ലോ. എന്നാൽ ഇടയ്ക്കൊരു വീഴ്ചയിൽ തലതാഴ്ത്തിയ ചെന്നൈ പടയുടെ സ്നേഹക്കൂട്ടത്തിന് ദാ വീണ്ടും ചേട്ടൻ വകയൊരു സെഞ്ചുറി രാവ്. കിരീടത്തിന് കിനാക്കൾ ബാക്കിയാകണമെങ്കിൽ ഇനി ജയിച്ചു കയറിയേ മതിയാകും. ഒരറ്റത്ത് മുംബൈയുടെ ബൗളിംഗ് മൂർച്ച വിനാശം വിതച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പേരുകേട്ട പന്തേറുകാർ പതറിപ്പോയതൊരു മനുഷ്യനിലാണ്. ബുംറയെല്ലാം സഞ്ജുവിന് മുന്നിൽ വിയർക്കുന്ന കാഴ്ചകൾ. എണ്ണം പറഞ്ഞ 6 സിക്സറുകളുടെ മനോഹാരിതയ്ക്ക് മറുപടിയില്ലാതെ ഹാർദിക്കും സംഘവും പകച്ചു നിന്നു. ഗെയ്ക്വാദും ദുബൈയും ബ്രെവിസും സർഫ്രാസുമെല്ലാം മടങ്ങി. ഒറ്റയ്ക്കയാൾ ചിലതുറപ്പിച്ച പോലെ വാങ്കഡയുടെ ആകാശത്തേക്ക് പന്തുകൾ പറന്നു. സ്വപ്നങ്ങൾ നിറയെ തളിർത്ത പോലെ ചെന്നൈ ആരാധകർ ചേട്ടൻ ഷോ കണ്ടു തീർത്തു. ഈ സീസണിലെ 2ാം ശതകവും നേടി കൂടുമാറ്റം നേർദിശയിലെന്നൊരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ. 207 ലക്ഷ്യമുയർത്തി സഞ്ജുവിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഇന്നിംഗ്സ്. മറുപടിക്കെത്തിയ മുംബൈയെ ഹക്കീൽ ഹുസൈൻ ബൗളിംഗ് ദൗത്യത്തിന് മുന്നിൽ നിന്ന് നയിച്ചതോടെ വെറും 104-ൽ സകലതും തരിപ്പണം. ചെന്നൈ ജയവഴിയിൽ തന്നെ. ദൈവത്തിന്റെ പോരാളികൾ പരാജയത്തിന്റെ കൈപ്പുനീർ നുണഞ്ഞു. ചരിത്രം ചികഞ്ഞാൽ തിരിച്ചുവരവിന്റെ രാജാക്കന്മാരാണ് മഞ്ഞപ്പട. അതിനാൽ ക്രിക്കറ്റ് മൈതാനത്ത് അത്ഭുതം തീർത്ത് കിരീടത്തിൽ മുത്തമിടാൻ അവരൊരുങ്ങിക്കഴിഞ്ഞു. നിലയ്ക്കാത്ത ചേട്ടൻ വിശ്വാസ തീക്ഷ്ണത അതിന്റെ വജ്രത്തിളക്കത്തിന് മാറ്റേറുകയുമാണ്.